നമുക്കിപ്പോൾ കേരളത്തിൽ ഒരുപാട് ബസ് സ്റ്റാൻഡുകൾ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയൊക്കെ പണിയുന്നുണ്ട്. ഞാൻ ഒരുപാട് ബസ് സ്റ്റാൻഡുകൾ കണ്ടിട്ടുണ്ട്. എല്ലാം കാലെടുത്ത് കുത്താൻ പറ്റില്ല, അത്ര വൃത്തികെട്ട ബസ് സ്റ്റാൻഡുകളാണ് കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ത്യയിൽ ഇതുപോലൊരു ബസ് സ്റ്റാൻഡ് ഇന്നവരെ ഞാൻ കണ്ടിട്ടില്ല. അതെവിടെയാണ്? നമ്മുടെ തൃശ്ശൂർ കുന്നംകുളം ബസ് സ്റ്റാൻഡ്. കുന്നംകുളം ബസ് സ്റ്റാൻഡിലേക്കാണ്ട് കയറണമെങ്കിൽ നമ്മുടെ ചെരുപ്പ് നമ്മൾ പുറത്ത് അഴിച്ച് വെച്ചിട്ടേ കയറുള്ളൂ. അത്ര വൃത്തിയാണ്. ശരിക്കും പറഞ്ഞ ഒരു എയർപോർട്ട് പണിതിട്ടിരിക്കുന്ന അവിടെ. അതിൻ്റെ ഡിസൈൻ ചെയ്ത ഡിസൈനറെ നമ്മൾ സമ്മതിച്ചിരിക്കുന്നു. ഗംഭീര ഡിസൈൻ, എന്ത് ഹൈറ്റാണെന്നറിയാം. അവൻ്റെ ഉള്ളിലേക്കാണ്ട് കയറി ചെന്നാൽ നമുക്ക് എന്ത് പോസിറ്റീവ് എനർജി എന്നറിയാം. ഇനിയിപ്പോൾ ബസ് 2 മണിക്കൂർ കഴിഞ്ഞ് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല. നമുക്ക് അവിടെ റെസ്റ്റ് എടുത്തിരിക്കാനായിട്ട് നമുക്കവിടെ നല്ല കാറ്റ്, നല്ല അന്തരീക്ഷം, നല്ല വൃത്തി. ഒരു കടലാസ് നിലത്ത് വീണാൽ അപ്പം അത് പറക്കി കളയാനായിട്ട് കാലത്തൊട്ട് വൈകുന്നേരം വരെ അവിടെ ക്ലീനിങ് സ്റ്റാഫുണ്ട്. ഒരു മനം മടുപ്പിക്കുന്ന ഒരു മണം പോലും അവിടെ ഇല്ല. എന്ത് നല്ല ബസ് സ്റ്റോപ്പാന്ന് പറയാം. നിങ്ങൾക്ക് പാർക്കിലോ കടപ്പുറത്തോ ഒന്നും പോയിരിക്കണ്ട. നിങ്ങൾ ഒരു ഉച്ചരിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ബസ് സ്റ്റോപ്പിൽ ചെന്ന് അവിടെ ഏതെങ്കിലും ഒരു കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സന്തോഷം ഉണ്ടാവുമെന്ന് പറയാം. ഇങ്ങനെ വേണം ബസ് സ്റ്റോപ്പ് പണിയാനായിട്ട്. കുന്നംകുളം നഗരസഭേനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളാണ് കിങ്, നിങ്ങൾ മാതൃകയാണ്. കേരളത്തിലുള്ള എല്ലാ നഗരസഭകളും കോർപ്പറേഷൻകാരും വന്ന് നിങ്ങൾ ഈ കുന്നംകുളം ബസ് സ്റ്റാൻഡ് കണ്ട് ഇതിനെ മാതൃകയാക്കി. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ വരണം നിങ്ങളുടെ നാട്ടിൽ പണിയാൻ. അതാണ് ഇതിന് നമുക്ക് പറയാനുള്ള കാര്യം. അതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതായത് ശക്തൻ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലമുള്ള ഒരു സ്ഥലമാണ്. അവിടെ നല്ലൊരു ബസ് സ്റ്റാൻഡ് പണിയാനായിട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ ഇതുവരെ സഹായിച്ചില്ല. ഏറ്റവും അധികം വരുമാനമുള്ള ഒരു കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. എന്നിട്ട് അവിടെ കിടക്കണ ബസ് സ്റ്റാൻഡിൽ നിങ്ങളവിടെ ചെന്ന് നിന്നുണ്ടെങ്കിൽ, ബസ് കാത്ത് നിങ്ങളൊരു അരമണിക്കൂർ നിന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെല്ലാം മാറാരോഗങ്ങളുണ്ടോ, ഏതെല്ലാം പകർച്ചവ്യാധികളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് പിടിപെടും. അവിടെ 2 ബാത്റൂമും ഉണ്ട്. അതിൻ്റെ ചുറ്റും കാനയുണ്ട്, ചളിക്കാന. ഇങ്ങനത്തെ ഒരു ബസ് സ്റ്റാൻഡ് സഹിക്കില്ല. ഒരു പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ ഈ ശക്തൻ സ്റ്റാൻഡിൽ പോയി ബസ് കാത്ത് ഒരു അരമണിക്കൂർ നിൽക്കേണ്ട വന്നാൽ നിങ്ങളൊരു മാറാരോഗിയായിട്ട് മാറും. അത്ര വൃത്തികെട്ട സ്ഥലം. 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അതൊരു പണിയും തുടങ്ങിയില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും തേങ്ങയും തുടങ്ങിയില്ല. തൃശ്ശൂർ കോർപ്പറേഷൻ പോയി കുന്നംകുളം പോയിട്ട് ആ ബസ് സ്റ്റാൻഡിൽ കാണും, അതേപോലെ അവിടെ പണിയാൻ നോക്ക്. അതാണ് ആൺകുട്ടികൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെയുള്ള വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.